ഒന്നിച്ചപ്പോഴൊക്കെ ഹിറ്റുകൾ സമ്മാനിച്ച മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഈ മാസം 21-ന് തിയേറ്ററിലെത്തുന്ന നേരെന്ന റിയൽ കോർട്ട് റൂം ഡ്രാമ ചിത്രത്തിന്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസം മുൻപ് ഇതേ നടന്റെ മലയിക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഒറ്റ ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് നേടി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള സിനിമയുടെ ടീസർ എന്ന റെക്കോർഡ് നേടിയിരുന്നു. ഇപ്പോഴത്തെ വാലിബന്റെ ചൂട് മാറും മുൻപ് നേരെന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് റിലീസായിരിക്കുന്നത്. ട്രെയിലർ കണ്ടതിൽ നിന്നും വ്യക്തമാകുന്നത് മോഹൻലാൽ എന്ന നടന്റെ മികച്ചൊരു സിനിമയോടെ തന്നെയാകും ഈ വർഷം അവസാനിക്കുന്നത് എന്നതാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന നടൻ ഒരു വക്കീൽ വേഷത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. നേരെന്ന ചിത്രത്തിലും വളരെ നാളുകൾ പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്നതിന് ശേഷം ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി കോടതിയിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന വേഷത്തിലാണ് ലാലേട്ടൻ എത്തുന്നത്. നീതി തേടിയുള്ള പോരാട്ടത്തിൽ മോഹൻലാൽ എന്ന നടന് കോടതി മുറിയിൽ എതിർക്കാൻ ശക്തമായ വക്കീൽ വേഷത്തിലെത്തുന്നത് പ്രിയാമണിയും സിദ്ദിഖുമാണ്. ഈ ഒരു ടീം എത്തുമ്പോൾ തന്നെ കോടതി മുറിയിലെ സീൻ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജിത്തു ജോസഫിന്റെ കൂടെ റിയൽ ലൈഫിലും ഒരു അഡ്വക്കേറ്റായ ശാന്തി മായാദേവിയും കൂടെ തിരക്കഥയിൽ പങ്കാളിയാകുമ്പോൾ മികച്ചൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാകും പ്രേക്ഷകന് ലഭിക്കുക. ട്രെയിലർ കണ്ടിട്ട് ട്വിസ്റ്റുകൾ ഉള്ളതായി ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാലും ആദ്യ അവസാനം വരെയും സസ്പെൻസ് തന്നെയാകുമെന്നത് 100% ഉറപ്പിക്കാം. മറ്റ് പ്രധാന വേഷങ്ങളിൽ ജഗദീഷ്, ഗണേഷ് കുമാർ, അനശ്വര രാജൻ, അതിഥി രവി, കൃഷ്ണപ്രഭ, നന്ദു, ദിനേശ് പ്രഭാകർ തുടങ്ങിയ വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഡിസംബർ 21-ന് തിയേറ്ററുകളിൽ ലാലേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വക്കീൽ വേഷം തകർക്കുമെന്ന് തന്നെ കരുതാം. ദൃശ്യം 2-ന് ശേഷം മറ്റൊരു ഹിറ്റ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.